ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എന്താ പറയുന്നത്, കറക്റ്റായിട്ട് നമ്മുടെ ലെവലുകൾ നോക്കി ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കിന്ന് വൻ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അല്ല, സെൻറ്റിമെൻറ്റ്സ് വെച്ച് ട്രേഡ് ചെയ്തവർക്ക് ഇന്ന് വൻ ലോസും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണ് ഞാനിങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, നമ്മുടെ മാർക്കറ്റിൽ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. അത് ട്രേഡ് ചെയ്യുന്നവർ. അതിൽ ഒന്ന് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അതായത് ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട്, അതായത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ്, ന്യൂസുകൾ, മറ്റുള്ള കാര്യങ്ങൾ, പിന്നെ പ്രൈസ് ആക്ഷന്, ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യം ചാർട്ട് ബേസ്ഡ് ട്രേഡ് ആയിരിക്കും. അതായത് ചാർട്ടിൽ എങ്ങനെയാണോ ചാർട്ടിലൂടെ മാർക്കറ്റ് എങ്ങനെയാണോ പോകുന്നത്, ഓക്കെ, അതിനെ ബേസ് ചെയ്ത് മാത്രം ട്രേഡ്. അതായത് ചാർട്ട് എന്ത് പറയുന്നു ആ വഴിക്ക് പോകുന്നു. ഓക്കെ, പ്രൈസ് ആക്ഷൻ, അത് അവിടെയും പ്രൈസ് ആക്ഷൻ ഉണ്ട്. പക്ഷേങ്കിൽ ചാർട്ടിനകത്തിൽ എന്താണ് കാണുന്നത്, ചാർട്ടിൻ്റെ സ്വഭാവം എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും അവർ ട്രേഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചാർട്ട് ബേസ്ഡ് ആയിട്ട് ലെവലുകൾ മാത്രം നോക്കി, ലെവലുകളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാനാണെങ്കിൽ ഇതിൽ ആദ്യത്തെ കൂട്ടത്തിലുള്ള ആളാണ്. അതായത് സെൻറ്റിമെൻറ്റ്സ് വെച്ച് ആണ് ഞാൻ ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്തത്. അതായത് എൻ്റെ പൂർണ്ണമായ വിശ്വാസം മുഴുവൻ മാർക്കറ്റ് 25,000-ന് താഴെ പോകത്തില്ല എന്നുള്ളതായിരുന്നു. അതെൻ്റെ ഒരു അന്ധമായ വിശ്വാസമായിരുന്നു. ഇപ്പോൾ ചിലർക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ പെടുന്നതാണ്. അപ്പോൾ അതിൽ വന്ന ലോസ്, എനിക്കിത് ലോസായിരുന്നു. അപ്പോൾ ആ ലോസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ആ ലോസ് അങ്ങനെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ അതിനകത്തിൽ വരാനുള്ള ലാഭനഷ്ടങ്ങളെപ്പറ്റി നമ്മൾ തികച്ചും ബോധവാനായിരിക്കണം, ഇല്ലേ? അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ട്രേഡിൽ ഉറച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര നഷ്ടം വരുമെന്നും ആ നഷ്ടം ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്നും എന്നുള്ള തീരുമാനത്തോടെ ആയിരിക്കണം ആ ട്രേഡ് നമ്മൾ എടുക്കുന്നത്. അപ്പം എൻ്റെ പൂർണ്ണമായ ഒരു കൺവിക്ഷൻ മാർക്കറ്റ് 25,000-ന് താഴെ പോകത്തില്ലെന്നാണ്. അഥവാ 25,000-ൽ പോയാലും മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് നമ്മുടെ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യും എന്നുള്ളതായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ ആ വിശ്വാസത്തിന് വിഘാതം സംഭവിച്ചു. പക്ഷേ ചാർട്ട് പ്രകാരം എല്ലാം വളരെ ക്ലിയറാണ്. നമ്മുടെ വരകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. നോക്കിക്കേ, നമുക്കിന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് തന്നെ നമ്മൾ വരച്ച വരയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. 890 നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ആ 890 തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ലെവലുകളൊക്കെ വളരെ കൃത്യമാണ്. പക്ഷേങ്കിൽ എൻ്റെ ആ എന്താ പറയുക, കൺവിക്ഷൻ അത് തെറ്റിപ്പോയി. അത് എൻ്റെ മാത്രം തെറ്റാണ്. നിങ്ങളെ അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രണ്ട് കൂട്ടരിൽ ആരാണ് നിങ്ങളെന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ലെവലുകൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിരുന്നു. എല്ലാം വളരെ കൃത്യമായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നത് എന്താണ്, മാർക്കറ്റ് ഇവിടുന്ന് താഴെ നമുക്ക് ഇന്നത്തെ ട്രേഡ് നോക്കാം. 25-ാം തീയതി മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് മുകളിലോട്ട് കയറാൻ ശ്രമിച്ചു, ഇല്ലേ? മുകളിലോട്ട് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് റിവേഴ്സ് ചെയ്ത് വന്ന് എത്ര പോയിൻ്റ് റിവേഴ്സ് ചെയ്തോ അത്രയും പോയിൻ്റ് തിരിച്ച് കയറി മാർക്കറ്റ് ഏകദേശം ഒരു 30-40 പോയിൻ്റോളം മാർക്കറ്റ് മുകളിൽ പോയി, അല്ലേ? മുകളിൽ പോയതിന് ശേഷമാണ് പതുക്കെ മാർക്കറ്റ് താഴോട്ട്, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അരിഞ്ഞ് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഓപ്പണിങ് റേഞ്ചിൽ വന്നു. അവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്ത് കറക്റ്റ് നമ്മളുടെ ട്രെൻഡ് ലൈൻ നോക്കിക്കേ, നമ്മുടെ ട്രെൻഡ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത് കുറച്ച് നേരം അവിടെ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷമാണ് ഒരു ബ്രേക്ക് ഡൗൺ നമുക്ക് കിട്ടി. ആ ബ്രേക്ക് ഡൗൺ കിട്ടിയതിന് ശേഷവും അവിടെ തിരിച്ച് മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ റിക്കവറി ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് ഫെയിലായി. വീണ്ടും അടുത്തൊരു ഫോൾ, ഇല്ലേ? ആ ഫോൾ വന്നതിന് ശേഷം ഈ ഏരിയയിൽ എത്തിയപ്പോഴും, അപ്പോൾ ഇവിടെ ഓൾറെഡി ബിഗിനേഴ്സിന് ട്രേഡ് ഉണ്ടെന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് ഉണ്ട്. ഈ ലൈനിൽ ഈ ക്യാൻഡിലിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് അവർക്ക് പ്ലാൻ ചെയ്യായിരുന്നു.
പക്ഷേങ്കിൽ അത് ഇച്ചിരി റിസ്ക്കിയാണ്. നമുക്ക് 100% ഷുവറിറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ഈ ഒരു ഫോഴ്സ് കണ്ടുകൊണ്ട് പക്ഷേ അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ നിങ്ങൾ ബിഗിനേഴ്സ് ട്രേഡ് എടുക്കാൻ വളരെ ചാൻസ് കുറവാണ്. നമുക്ക് വാഗോണ്ട് പറയാം ഇത് ഈ ക്യാൻഡിൽ കണ്ടോ 80% ഉണ്ടെന്നൊക്കെ പറയാം. പക്ഷേ ഇത് ഒരിക്കലും നമുക്ക് മെൻ്റലി നമ്മൾ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇങ്ങനൊരു ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് അവിടെ കുറ്റം പറയാനും പറ്റത്തില്ല. അതിനുശേഷം റിജക്ഷൻ ആയിരുന്നു. അതിനുശേഷം എല്ലാം റിജക്ഷനാണ് മുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ. അപ്പം അതിനുശേഷം ഇവിടുന്ന് വലിയൊരു ക്യാൻഡിൽ ഈ ക്യാൻഡിൽ നമുക്കൊരു ട്രേഡ് ആക്ച്വലി ഇല്ല. പിന്നെയും ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്തു. ഈ റീടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് നമുക്കിവിടെ ഉണ്ട്. അതിന് ഒരു കൺഫർമേഷനാണ്. നമുക്ക് ഇവിടെ ട്രേഡ് ഉണ്ട്, ബിഗിനേഴ്സിന് ഇവിടെ ട്രേഡ്, ബാക്കി ഇവിടെ എങ്ങും ട്രേഡില്ല. ട്രേഡ് ഉള്ളത് ഇവിടെയാണ്. അതാണ് ഈ ക്യാൻഡിലാണ് ട്രേഡ് ഉള്ളത്. കാരണം എന്താണ്, ഇവിടെ വന്നു നേരെ താഴെ പോയി റീടെസ്റ്റ് ചെയ്ത് ഇവിടുന്ന് റിജക്ഷൻ വന്ന് നമ്മളുടെ ക്ലോസിങ്ങിൻ്റെ നമ്മുടെ ഇന്ന് ഓപ്പണിങ്ങിൻ്റെ അവിടെയാണ് മാർക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് നമ്മുടെ ട്രെൻഡ് ലൈനിൻ്റെ താഴെയാണ് ഒന്ന് ക്ലോസ് ചെയ്തത്. അതിനുശേഷം വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ വന്നു. അതിനുശേഷം ഒരു നല്ലൊരു ഫുൾ റെഡ് നമുക്ക് കിട്ടി അല്ലേ. അപ്പം ഇവിടെ സ്റ്റോപ്പ് ലോസും വളരെ ചെറുതാണ്. നമ്മളെപ്പോഴും നോക്കുന്ന സ്റ്റോപ്പ് ലോസാണ്. ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ട്രേഡ് കിട്ടുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, ഈ ഏരിയ, ഈ വീക്കിൻ്റെ ഹൈ ആണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇവിടുന്ന് ഒരു ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, മിക്കവാറും ചിലപ്പോൾ ഇന്ന് നഷ്ടമായിരിക്കാനാണ് സാധ്യത. കാരണം ഈ പ്രതീക്ഷ മുഴുവൻ മാർക്കറ്റ് ഇവിടെ തിരിച്ച് കയറും എന്നുള്ളത് എൻ്റെ വാക്കുകളിൽ ഞാൻ തുറന്ന് പറയാമല്ലോ, ബി ഫ്രാങ്ക്, നമുക്ക് തുറന്ന് പറയാം. എൻ്റെ വാക്കുകളിൽ ഇന്നലത്തെ എൻ്റെ അനാലിസിസിലും മുൻതൂക്കം നിന്നത് മാർക്കറ്റ് തിരിച്ച് കയറുന്നുള്ളതാണ്. ഇതിന് താഴെ പോയാലും മാർക്കറ്റ് തിരിച്ച് കയറും എന്നുള്ളതാണ് എൻ്റെ വാക്കുകളിലെല്ലാം മുഴച്ച് നിന്നത് അല്ലേ. അങ്ങനെയാണ് പറയാം. പക്ഷേങ്കിൽ സംഭവിച്ചത് നമ്മളിപ്പോൾ ദൈവമൊന്നും അല്ലല്ലോ. എല്ലാ ദിവസവും പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ശരിയാവണം നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മുടെ ലെവലുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. പക്ഷേങ്കിൽ എൻ്റെ പ്രതീക്ഷ മുഴുവൻ മാർക്കറ്റ് തിരിച്ചു കയറുന്നത് അതിനെതിരാണെന്ന് സംഭവിച്ചത്. ബി ഫ്രാങ്ക് നമ്മളുള്ള കാര്യം ഉള്ളതുപോലെ തുറന്ന് പറയണമല്ലോ. അപ്പം ഇവിടെ നമുക്ക് ബിഗിനേഴ്സിന് ട്രേഡ് ഉണ്ട്. ആ ട്രേഡ് എടുത്തവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു അല്ലേ. നമ്മുടെ ഈ ഏരിയയിൽ വന്നു. അതിനുശേഷം ഇവിടുന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു. കറക്റ്റ് നമ്മുടെ 25,003 വന്ന് ടെസ്റ്റ് ചെയ്തു ഇല്ലേ. ഈ ലോയിൽ വന്ന് ടെസ്റ്റ് ചെയ്തു. പക്ഷേ ഫെയിലായി. വീണ്ടും താഴെ പോയി വീണ്ടും ട്രൈ ചെയ്തു ഇല്ലേ. അവിടെ ഫെയിലായി. ബട്ട് അവിടെ പിന്നെയും നമുക്കൊരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി. ഇവിടെ ആരെങ്കിലും കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഈ പ്രധാനമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു അല്ലേ. സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. അതുകൊണ്ട് വളരെ വോളറ്റൈലായിരുന്നു മാർക്കറ്റ്. അതുകൊണ്ടാണ് ഈ വലിയ വാലുകളൊക്കെ കാണുന്നത്. എനിവേ നമ്മളിവിടെ നിന്ന് തീ കത്തിച്ചിട്ടു. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ നിഫ്റ്റി എന്ന് ട്രാക്ക് ചെയ്തത് റിലയൻസ് ആണ് ഏറ്റവും കൂടുതൽ നിഫ്റ്റി ട്രാക്ക് ചെയ്ത്. രാവിലെ മുതൽ തന്നെ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോയി. അവസാന നിമിഷമാണ് ഈ HDFCയും ICICI ഒക്കെ കുറച്ചുകൂടെ നെഗറ്റീവിലോട്ട് പോയത്. പക്ഷേങ്കിൽ റിലയൻസ് ആണ് ഏറ്റവും കൂടുതലുണ്ട്. പിന്നെ ഇൻഫിയൊക്കെ റിക്കവർ ചെയ്തായിരുന്നു. പക്ഷേ അവസാന നിമിഷമായപ്പോൾ വീണ്ടും പോസിറ്റീവിലോട്ടൊക്കെ വന്നതാണ്. ഇൻഫി രാവിലെ പോസിറ്റീവിലായിരുന്നു. പക്ഷേങ്കിൽ അവസാന നിമിഷം മാർക്കറ്റ് നേരെ തിരിച്ചായി. TCS ശരിക്കും നല്ലപോലെ നിഫ്റ്റി അവസാന നിമിഷം ട്രാക്ക് ചെയ്താണ് ഇവിടെ കൊണ്ടുവന്ന് കറക്റ്റ് 24,890 മാർക്കറ്റ് കൊണ്ട് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇന്നത്തെ കഥ. ഓക്കെ, അപ്പം നാളത്തെ കഥ പറയാമെന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. വരകളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. നാളെ ഞാൻ ഇപ്പോഴും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഒരു പോസിറ്റീവ് മാർക്കറ്റിലൊരു പോസിറ്റീവ് ഉണ്ടാകും. പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ എന്ത് പറയണ്ടേ, നമ്മളുടെ US മാർക്കറ്റ് ഒരു ഇപ്പം നെഗറ്റീവിലാണ് ഓപ്പൺ ചെയ്ത് അവിടുന്ന് തിരിച്ച് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇന്ന് US മാർക്കറ്റിൽ വന്ന കുറച്ച് ഡേറ്റകളുണ്ട് നമ്മൾ ഇന്ന് പരിശോധിക്കാനുണ്ട്. അപ്പോൾ US മാർക്കറ്റിൽ ഇന്ന് അവരുടെ ക്വാർട്ടർ ഇയർ GDP വന്നു. അത് നല്ലൊരു നമ്പറായിരുന്നു. അതായത് 3.3 എക്സ്പെക്റ്റ് ചെയ്തെടുത്ത് 0.5 0.5% കൂടി 3.8 ആയി അവരുടെ GDP. അത് ഒരു അവർ എക്കണോമിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു സ്ട്രോങ് എക്കണോമി തന്നെയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു നമ്പറാണ് ഇന്ന് വന്ന US ക്വാർട്ടർ GDP. ഓക്കെ, 3.3 എന്ന് പറഞ്ഞിടത്ത് 3.8 എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. 0.5 സാറിൽ 0.2 0.1 0.3 ഒക്കെയാണ് കൂടുന്നത്. 0.5 കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനിപ്പുലേറ്റഡ് ആണോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. എനിവേ ആ 0.5 കൂടിയത് ഒരു സ്ട്രോങ് എക്കണോമിയാണ്
എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് സ്ട്രോങ് GDP. ഓക്കെ, അത് അവരുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഞ്ചർ, അതായത് IT ഫീൽഡിലെ ഏറ്റവും വലിയ ഭീമനാണ് അസഞ്ചർ എന്ന് പറഞ്ഞ കമ്പനി. ഓക്കെ, അമേരിക്കയിലെ US ഏറ്റവും വലിയ IT കമ്പനി അസഞ്ചർ. ആ അസഞ്ചറിൻ്റെ മേലോട്ടും താഴോട്ടുള്ള പോക്ക് നോക്കിയാണ് ബാക്കി IT കമ്പനികളുടെയൊക്കെ ഭാവി ഫലം പറയുന്നത്. അപ്പം അസഞ്ചറിൻ്റെ റിസൾട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ ബാക്കി IT കമ്പനിയുടെ റിസൾട്ടുകളെല്ലാം നല്ലതായിരിക്കുന്നതാണ് പൊതുവേ ഉള്ള വിശ്വാസം. അസഞ്ചർ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള IT കമ്പനികളും ഡൗൺ ആണെന്നാണ് പൊതുവേ ഉള്ള വിശ്വാസം. അപ്പം അസഞ്ചറിൻ്റെ റിസൾട്ടൊക്കെ അടിപൊളിയാണ്. മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും അവരുടെ പ്രോഫിറ്റൊക്കെ കണ്ടമാനം കൂടിയിട്ടുണ്ട്. ഭയങ്കര അൺഡിസ്റ്റ് എക്സ്പെക്റ്റേഷനേക്കാളും അതിനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ടാണ് വന്നത്. പക്ഷെങ്കിൽ അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ചെകഞ്ഞ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഓപ്പറേറ്റീവ് ഇൻകം ഏകദേശം 13% കുറവാണ്. ഓപ്പറേറ്റീവ് ഇൻകം അവർക്ക് 13% കുറവാണ്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ഓപ്പറേഷണൽ മാർജിന് കഴിഞ്ഞ പ്രാവശ്യം 14.3 എന്നുള്ളത് ഈ പ്രാവശ്യം 11.6 കുറഞ്ഞു. അവിടെയും കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു നെഗറ്റീവ് ഫാക്ടറാണ്. അതുകൊണ്ടാണ് നാസ്ഡാക്ക് ഇത്രയും വലിയ ഇത് വന്നിട്ട് നാസ്ഡാക്ക് ഒരു പോസിറ്റീവ് സൈൻ കാണിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പോൾ ഇനിയിപ്പം NVIDIA അല്ല, അസഞ്ചർ എത്ര പോയി എന്നുള്ളത് ജസ്റ്റ് ഇന്ന് ഡൗൺ ആണെന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ ഒരു മിനിറ്റ്. ഈ കാണുന്നതാണ് അസഞ്ചറിൻ്റെ ഇന്നത്തെ നിലവാരം. കണ്ടോ, ഏകദേശം 1.5% ഡൗൺ ആണ്. ഓക്കെ, ഏറ്റവും വലിയ നാസ്ഡാക്കിലെ ഏറ്റവും വലിയ സ്റ്റോക്കാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ $3.83 ഡൗൺ ആണ്. അതായത് ഏകദേശം 1.6% ഡൗൺ ആണ്. കണ്ടോ, ഇതാണ് നാസ്ഡാക്ക് താഴോട്ട് അടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഇതുകൊണ്ടാണ് നാസ്ഡാക്ക് പെർഫോം ചെയ്യാത്തത്. നല്ല റിസൾട്ട് വന്നിട്ടും അതിനകത്ത് ഇൻറ്റേർണലി ഉള്ള അവരുടെ മാർജിനും മറ്റുള്ള ഓപ്പറേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോഴാണ് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റായിട്ട് വരാനുള്ള കാരണം. ഓക്കെ, ഇനിയും അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സത്യം പറഞ്ഞാൽ ഈ GDPയും ഇതെല്ലാം കൂടെ കൂടുമ്പം അമേരിക്കൻ മാർക്കറ്റ് പറക്കേണ്ടതാണ്. പക്ഷേങ്കിൽ അമേരിക്കൻ മാർക്കറ്റ് പറക്കുന്നില്ല. ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ തിരിച്ച് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എവിടം വരെ പോകുമെന്ന് നമുക്കറിയത്തില്ല. തുടങ്ങി മാർക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തതേ ഉള്ളൂ. അപ്പം ഇതിനകത്തിൽ വേറെ കൂടുന്ന വേറൊരു സംഗതികളുമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളണ്ടുമായിട്ട് റഷ്യ പോളണ്ട് തർക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു പ്രശ്നമാണ്. അപ്പം ഓൾറെഡി ഇപ്പം വരുന്ന ന്യൂസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യൻ അംബാസിഡർ ഫ്രാൻസിനോട് ഫ്രാൻസിനെ വാൺ ചെയ്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും കാരണവശാൽ ഞങ്ങളുടെ വിമാനത്തെയോ നാറ്റോ ഇതിൽ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റഷ്യയുടെ ഒരു ഡ്രോൺ വെടിവെച്ച് കിട്ടുമെന്ന് പറഞ്ഞൊരു ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പം നാറ്റോ അതിനകത്തിൽ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ വാർ തുടങ്ങും എന്ന് ഒരു വാണിംഗ് റഷ്യൻ അംബാസിഡർ ഇപ്പോൾ ഫ്രാൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഗ്ലോബൽ അൺസർട്ടനിറ്റിയാണ്. വെറുതെ കുറേ ദിവസം കൊണ്ടിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതെങ്കിലും രീതിയിൽ ഒരു എസ്കലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമായി തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം എല്ലാം കൊണ്ടും പ്രശ്നകലുഷിതമാണ്. ഒരു തരത്തിൽ നമ്മളെ രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല. അപ്പം നമ്മുടെ വിളക്കൂതി അണയ്ക്കുന്ന ലക്ഷണമാണ് ഞാൻ ഫോട്ടോയിൽ കാണിച്ചേക്കുന്ന പോലെ. അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയാണ് വളരെ ഇപ്പം നിലവിൽ കാണുന്നത്. അൺസർട്ടനിറ്റി ഉണ്ട്. എനിവേ നമുക്ക് നോക്കാം. രാത്രിയിൽ നാസ്ഡാക്ക് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഡൗ ജോൺസ് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള സാധ്യത വളരെ. ഞാൻ വളരെ സ്ലോയിൽ സംസാരിക്കുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഓക്കെ, അപ്പം ഈ കുറച്ച് പേർക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാവണമല്ലോ. കുറച്ചൊക്കെ ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരായിരിക്കും, ചിലർ അറിയാത്തവരായിരിക്കും. അപ്പം അറിയാത്തവർക്ക് കൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു ഗ്ലോബലി അൺസർട്ടനിറ്റി ഉണ്ട്. അതാണ് മൊത്തത്തിലൊരു ചുവപ്പ് മയം
മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ IT പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിഫ്റ്റിയും പെർഫോം ചെയ്യും. കാരണം ബാങ്ക് നിഫ്റ്റി നല്ല സ്ട്രോങ് ആയിരുന്നു. നല്ല ഇത്രയും 166 പോയിൻ്റ് നിഫ്റ്റി വീണിട്ടും ബാങ്ക് നിഫ്റ്റി വെറും 145 പോയിൻ്റാണ് വീണത്. അതായത് ബാങ്ക് ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേങ്കിൽ ബാങ്കിനൊരു സപ്പോർട്ടില്ല. മനസ്സിലായില്ലേ? ബാങ്കിനോട് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ബാങ്ക് കയറാറ് എന്ന് പറഞ്ഞ് ബാങ്ക് നിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളല്ല പ്രശ്നം, അല്ല നിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളല്ല ബാങ്ക് നിഫ്റ്റി നയിക്കുന്നത്. പക്ഷെങ്കിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, ഈ പഞ്ചായത്തിലൊരു മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത പഞ്ചായത്തിൽ മഴയില്ലെങ്കിൽ ഒരു കാറും കോളുമെങ്കിലും കാണും അല്ലേ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചാറ്റമഴയെങ്കിലും കാണും എന്ന് പറഞ്ഞ പോലെയാണ്. നിഫ്റ്റിയിൽ അത്രയും ഇടിവ് വന്നുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടത്. അല്ലാതെ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ നിഫ്റ്റി നാളെ IT സപ്പോർട്ടോടും റിലയൻസിൻ്റെ സപ്പോർട്ടോടും കൂടെ നാളെ ഇവർ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബാങ്ക് നിഫ്റ്റി പറക്കും, മിഡ് ക്യാപ്പും പറക്കും. നാളെ IT പെർഫോം ചെയ്യുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ആയിരിക്കും ആദ്യം പറക്കാൻ പോകുന്നത്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് മിഡ് ക്യാപ്പ് നിഫ്റ്റി വളരെ താഴോട്ടാണ്. പക്ഷേ നാളെ മുതൽ ഒരു പക്ഷെങ്കിൽ IT പോസിറ്റീവ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് സിമ്പിൾ സൈൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് പറക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം വെറുതെ പറഞ്ഞ് സമയം കൂട്ടുന്നില്ല. അപ്പോൾ നിഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞാൽ ലെവലുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, താഴോട്ട് വരയ്ക്കാനുള്ള ലെവലുകൾ ഇവിടെ കിടപ്പുണ്ട്. 24,753. പിന്നെ ബാക്കി താഴോട്ട് വരച്ചിട്ടില്ലേ? ഒരു വര ഇവിടെ വരയ്ക്കാം, ഒരു വരയും കൂടെ വരയ്ക്കാം. ഒരു വരയുടെ ഷോർട്ട് കവറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലപ്പാ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ FIAസിൻ്റെ ഞാനിപ്പോൾ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. FIAസിൻ്റെ 753. പിന്നെ നമുക്ക് വരയ്ക്കാനുള്ളൊരു വരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഈ വരയാണ്. ഇത് 640. അത്രയും മതി. ഇനിയും കൂടുതൽ കിഴക്കോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുന്നും മലയായിരിക്കും. ഞങ്ങളുടെ നാട്ടിലങ്ങനെ പറയുന്നത് കേട്ടോ. അധികം കിഴക്കോട്ടില്ല, ഈ കൂടുതൽ പിള്ളേർ കിടന്ന് വെള്ളം വെക്കുമ്പോഴും പറഞ്ഞത് കേട്ടോ, അധികം കിഴക്കോട്ട് പോകാതെ കുന്നും മലയാന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതുകൂടെ കിടക്കട്ടെ. ഇനി നിങ്ങളുടെ ഒരു സമാധാനത്തിന് 24,560. ഓക്കെ, അപ്പോൾ ഇത്രയും മതിയല്ലോ. ഓക്കെ, മാർക്ക് ചെയ്ത് അവിടെ. ഇപ്പോൾ നമുക്ക് അതിൻ്റെ താഴെ 350 കിടപ്പുണ്ട്, അത് കുറച്ച് ഫാറാണ്. 24,560, 640, 753. അടുത്ത 753. അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ ഗ്രൂപ്പിൽ അത് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇത് നോക്കിക്കേ, മാർക്കറ്റ് ഇപ്പോൾ നോക്കിക്കേ. FIS ഇന്ന് 84% ഷോർട്ട്. ഇന്നലെ 86ആയിരുന്നു. 2% വീണ്ടും കുറഞ്ഞു. ഇതിനർത്ഥം ഇതെന്താ സൂചിപ്പിക്കുന്നത്? അതുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റ് മാക്സിമം താഴോട്ട് ഇറങ്ങിയത്. എന്തായാലും മാക്സിമം താഴോട്ട് കൊണ്ടുവന്ന് അവരുടെ കയ്യിലുള്ള പൊസിഷൻസ് കുറച്ച് അവർ വിറ്റൊഴിക്കാനാണ് അവർ നോക്കിയത്. ഇവിടെ നമ്മൾ ഈ ഓരോ പ്രാവശ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഓരോ പ്രാവശ്യം മാർക്കറ്റ് വീണെഴുന്നേൽക്കുമ്പോഴെല്ലാം ഇവരുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. മനസ്സിലായി പറഞ്ഞേ? അപ്പം മാക്സിമം ഇന്നവർ താഴെ കൊണ്ടുവന്ന് അവരുടെ പൊസിഷൻ എല്ലാം ഒഴിവാക്കി ഇന്ന് 2% ചില്ലറ കാര്യമല്ല. അപ്പോൾ അങ്ങനെ അവരുടെ പൊസിഷൻ ഒഴിവാക്കി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങൾ വീണ്ടും ഷോർട്ട് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നാളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈനിന് മുകളിൽ 25,000 മുകളിൽ പോകണം. അത് മാത്രമല്ല, ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ നാളെ ഡേ ക്യാൻഡിൽ ക്ലോസിങ് വന്നെങ്കിൽ നമുക്ക് അപ്സൈഡ് ഉള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് അപ്സൈഡ് ഇല്ല, താഴോട്ടാണ്. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഡയറക്ഷൻ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും രീതിയിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അത് ഡൗ ജോൺസ് റിക്കവറായി വരുന്നുണ്ട്. 150-200 പോയിൻ്റ് കടന്നാണ് ഇപ്പോൾ ഏകദേശം 59 പോയിൻ്റ് ആയ നെഗറ്റീവ്. അപ്പം എന്തായാലും ഒരു പോസിറ്റീവ് സിമ്പലാണ് നമ്മൾ കാണുന്നത്. പോസിറ്റീവ് സിമ്പിളാണ് ഇപ്പോൾ US മാർക്കറ്റിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഒത്തിരി പറഞ്ഞ് അങ്ങ് കാട് കയറുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ഒന്നും പറയാനില്ല. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കറക്റ്റ് ഒരു റേഞ്ച് ബൗണ്ട് നോക്കിക്കേ, ഒരു ബോക്സ് പാറ്റേണിലെ റേഞ്ച് ബൗണ്ടാണ്. അത് അവസാന നിമിഷം ഒന്ന് പൊട്ടി കയറി. പക്ഷേ ഇത് തിരിച്ച് നാളെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തിരിച്ച് കയറും. ഓക്കെ, അപ്പം അഥവാ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നോക്കട്ടെ, താഴെ വര കിടപ്പുണ്ട് ഇവിടെ 54,395. ഓക്കെ, മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പും ഇന്ന് ലാസ്റ്റ് മൊമെൻറ്റിലാണ് മിഡ് ക്യാപ്പ് ഒന്ന് താഴെ പോയത്. നോക്കിക്കേ, കണ്ടോ, ലാസ്റ്റ് മൊമെൻറ്റിലാണ് താഴെ പോയത്. ഇതും ഈ 12,840 പൊട്ടിച്ച് നിൽക്കുകയാണ്. എങ്കിലും 840 എന്നുള്ളത് 822 ഏകദേശം ഈ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇതും ഈ പറയുന്ന പോലെ തന്നെ ഇത് തിരിച്ച് കയറാൻ
കയറി. ഈ 840 തിരിച്ച് കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതൊരു മെയിൻ ഏരിയയാണ് ഈ 840 എന്ന് പറഞ്ഞത്. ഓക്കെ, അല്ല 789 പൊട്ടിച്ച് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ മോളോട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, കൂടുതൽ ഒന്നും പറയാനില്ല. ഞാൻ ഇച്ചിരി നീണ്ടുപോയി, ശാന്തമായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് സാവധാനതയുള്ളവർ കേട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ പതുക്കെ നിങ്ങൾക്ക് ഓരോ പടി ചവിട്ടി നിങ്ങൾക്ക് കയറാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവരും ഇന്നലെ ലൈക്ക് ചെയ്ത കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. പക്ഷേ എല്ലാവരും ഒന്നും അത് കേട്ടിട്ടില്ല. എനിവേ സാരമില്ല, കുഴപ്പമില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ എന്തായാലും ഒരു അപ്ഡേഷൻ നടത്തുവാൻ അതിൽ. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.